നമ്മൾ സ്മെല്ലടിച്ചിട്ട് നമ്മുടെ സ്മെല്ലടിച്ചിട്ട് അവർ ചാർജ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഓക്കെ ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായിട്ടുള്ള കടുവാ സങ്കേതമായ പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഉള്ളിലേക്ക് കിലോമീറ്ററോളം നടന്നു ചെന്ന് അവിടെ ഒരു രാത്രിയും പകലും ക്യാമ്പ് ചെയ്ത് ആ കാടിൻ്റെ ഭാഗങ്ങളിലൂടെ എല്ലാം ട്രെക്കിങ് നടത്തി അവിടുത്തെ ജീവജാലങ്ങളെല്ലാം കണ്ട് അവിടുത്തെ അറിവുകളും വിസ്മയങ്ങളും എല്ലാം സമ്പാദിച്ച് മടങ്ങിപ്പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ട്രെക്കിങ് തുടങ്ങിയിട്ടാണുള്ളത്. നമ്മൾ തേക്കടി ബോട്ടിങ്ങിനൊക്കെ പോകാനായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യൂലേ. അപ്പോൾ അവിടുന്ന് ആ ഫോറസ്റ്റിൻ്റെ മെയിൻ ഗേറ്റ്, ആ മെയിൻ ഗേറ്റിന് അവിടെ ഒരു ഓഫീസുണ്ട്. അവിടെയാണ് നമ്മൾ രാവിലെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവിടെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു 9:00 ട്രെക്കിങ് തുടങ്ങിയിട്ടാണുള്ളത്. ഇത് ഏകദേശം 3 കിലോമീറ്ററോളം നടന്ന് വേണം നമ്മൾ ബാംബൂ റാഫ്റ്റിങ്ങിനായിട്ട് ലേക്കിൻ്റെ സൈഡിലെത്താനേ. കരിമരം, ഇതിനകത്ത് അന്തരീക്ഷത്തിലെ 8 ഡിഗ്രി ചൂട് കുറയ്ക്കാൻ കഴിവുള്ള മരമാണിത്. നമുക്ക് നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ ഇവിടെ നിന്നിട്ട്? ഇതൊക്കെ ഹാർമോണിയം ഒക്കെ ഉണ്ടാക്കാനായിട്ട് നേരത്തെ ഈ തടിയാവും എടുത്തോണ്ടിരുന്നത് പോലീസുകാർ ലാത്തിക്കൊക്കെ. ഒത്തിരി ഉണ്ട്, അത് കണ്ണിലോട്ട് മൊത്തം പൊടി വീഴും. ഇത് ബാറ്റ്. ഇവര് രാത്രിയിലാണ് അയരതെടുന്നത്. കാണാം, നോക്കിയ കണ്ണ് മാത്രം നോക്കിയേക്കരുത്. അവിടെ ഉണ്ടല്ലേ. ഇത് തന്നെ പൊട്ടി വരുന്ന ആന വല്ലതും കുത്തുമ്പോൾ ഇത് ഇവിടെ ട്രൈബൽസ് ഒക്കെ വെട്ടി വെക്കുന്ന അതെന്ന് എടുക്കാനായിട്ട്. Don't touch. Yeah. This is the scent we use in churches and all. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ സൈഡിലെത്തി. ഇവിടുന്ന് ബാംബൂ റാഫ്റ്റ് ചെയ്ത് വേണം നമ്മൾ അക്കരെ ചെല്ലാൻ വേണ്ടിയിട്ട്. അക്കരെ ചെന്ന് നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ പുൽത്തകിടി കൂടെ നടന്ന് നമ്മൾ കിലോമീറ്ററുകളോളം, ഏകദേശം ഒരു 6-7 കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മൾ ക്യാമ്പ് ചെയ്യുന്നിടത്ത് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല പ്രകൃതി ഭംഗിയുള്ള അടിപൊളി സ്ഥലങ്ങളാണ്. ഒരു സൈഡിൽ ലേക്ക്, ഇപ്പുറത്തെ സൈഡിൽ കാട്. മൃഗങ്ങളെ കാണാനൊക്കെയാണല്ലോ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പോകുന്നത് ഏകദേശം ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടാണ് ഉള്ളത്. It is a tooth. Yeah. Oh, tooth. That's one tooth. Oh my gosh, they're huge. ഇതാ പല്ല്, ഇവിടെ അല്ല, ഇതതിന്റെ റൂട്ടാ. ഒരു പല്ല അല്ലേ ആനയുടെ? ഇതാണ്. യെസ്, ഇതന്നെ അറിയാവോ അല്ലേ? എത്രയുണ്ട്? അങ്ങനെയൊന്നും ഉണ്ട്. ഇത് എത്രയുണ്ട്? 1, 2, 3. ഇത് എത്രയുണ്ട്? 4 ഇല്ല, 3.5 ഉള്ളൂ. കുഞ്ഞാ. It was said to be highly medicinal. This particular monkey, you know. Really? Really? And people used to hunt them during that time. ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നമ്മൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കടലമുട്ടായിയോ ചോക്ലേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള യാത്രകളിൽ, ട്രക്കിങ്ങുകളിൽ ഉപകരിക്കേ. That time hunting was very For like medicine. അങ്ങനെ നമ്മൾ പോകുമ്പോൾ വലിയ അലർച്ച കേൾക്കുന്നുണ്ട് ആനയുടെ. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് നീങ്ങുവാണ്. കാണാമോ? ഒരു ബ്ലാക്ക്
This particular group is dangerous. ചിലപ്പോൾ ഓടി വരും. ഇത് ആനയുടെയാ. പൊയ്ക്കോ. ശല്യക്കാരാ. ആ വൈബ്രേഷൻ സൗണ്ട് എന്തിൻ്റെയാ? ഈ വൈബ്രേഷൻ ആനയുടെ തന്നെ എന്താക്കുന്നത്? ആന നമ്മളെ സ്മെല്ലടിച്ചിട്ട് നമ്മുടെ സ്മെല്ലടിച്ചിട്ട് അവർ ചാർജ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ്. ഓക്കെ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് നോർമലായിട്ട് ഇവന്റെ ടെറിട്ടറി ആയിരുന്നു ഇത്. ഇത് കണ്ടോ, ഇതിന്റെ മോളിൽ മാന്തിയേക്കണം. അവൻ വേറൊരുത്തൻ ഈ ടെറിട്ടറി വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ നോക്കണ്ടേ. ഈ സ്ഥിരമായിട്ട് മാർക്ക് ചെയ്യുന്ന അവന്റെ ഹൈറ്റ് കണ്ടോണം സാറേ, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ വന്നേക്കുന്നത് അത് ഈ ടെറിട്ടറി വേറൊരുത്തൻ കയ്യേറി. ശക്തൻ എന്നല്ല, അവൻ ബലവാനെ ഇവിടെയുള്ളവനേക്കാൾ ബലവാനെ ഇവിടെ കയ്യേറാൻ പറ്റത്തുള്ളൂ. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ടെറിട്ടറിയിലേക്ക് പോകും. ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു. ഈ മരത്തല മാന്തോളൂ. ഇതിന്റെ പേര് ചോരക്കാലി എന്നാ. ചോരക്കാലി. ഇത് മാന്തി കഴിയുമ്പോൾ ഇതിന്റെ സ്കിന്നകത്ത് നിന്ന് ഒരു സൈസ് ചുമന്ന ഗമ്മൊക്കെ വരും. ആനയുടെ ആണോ അത്? അതിന്റെ ബാക്കി കിടക്കുന്നല്ലേ? ഒരു ആനക്കുട്ടി ഇവിടെ ചെരിഞ്ഞാണ്, അതിൻ്റെ അവശിഷ്ടങ്ങളായി കാണുന്നത്. നമ്മളങ്ങനെ ഏകദേശം 12 കിലോമീറ്ററോളം ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ ബാംബു റാഫ്റ്റ് ചെയ്യണം. പക്ഷേ ഈ തവണ നമ്മൾ ബാംബു റാഫ്റ്റ് ചെയ്ത് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്കാണ്. നമുക്ക് നമ്മുടെ ക്യാമ്പ് ഷെഡ് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനം, അതായത് ലോകത്തിൻ്റേതായിട്ടുള്ള തിക്കുകളും തിരക്കുകളും ഒന്നുമില്ലാതെ, ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ, ഈ കാടിൻ്റെ നടുക്ക് ഒരു മൊബൈലിന് പോലും സിഗ്നലില്ലാതെ ഇങ്ങനെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദവും ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു ദിവസം ഇങ്ങനെ ചെലവഴിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. നല്ല കാറ്റാണ്. നമ്മുടെ ക്യാമ്പിന് ചുറ്റിനും കിട്ടിലൻ ട്രെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മൃഗങ്ങൾ ഇങ്ങോട്ട് കയറും എന്നുള്ള കാര്യമായ പേടിയൊന്നും വേണ്ട. തടാകത്തിനോട് ചേർന്നിട്ട് ഇതാ ട്രെഞ്ച്, അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടെൻറ്റ് കിട്ടിയേക്കുന്നത്. അതുണ്ടോ, ഇങ്ങനെ ടെൻറ്റാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇവിടെ കോൺക്രീറ്റിൻ്റെ ഒരു തറയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ഇതുണ്ടോ ടെൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. 2 പേർക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന പോലത്തെ ഒരു ടെൻറ്റ് സ്റ്റേ ആണ്. നമ്മളങ്ങനെ ക്യാമ്പിലെത്തിയപ്പോഴത്തേക്ക് തോമാച്ചേട്ടനും പാണ്ഡ്യൻ ചേട്ടനോടെ വന്നിട്ട് ഊണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഊണിന് നമുക്ക് ചോറ്, സാമ്പാർ, 1-2 കൂട്ടം തോരന്, മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ നമ്മൾ വിശാലമായി വിഭവസമൃദ്ധമായ ഊണ് നടന്ന് മടുത്ത് വന്ന സ്ഥിതിക്ക് കഴിക്കാൻ പോകണേ. നമ്മൾ ഊണും കഴിഞ്ഞ് ചെറിയ റെസ്റ്റെല്ലാം കഴിഞ്ഞ് 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് വെയിലൊക്കെ ആറി. അപ്പോഴത്തേക്കും നമ്മുടെ ഈവനിങ് ട്രക്കിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്.
ഇതിപ്പോൾ ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, പോത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആ റീലിനെക്കുറിച്ച് ഓർക്കുമായിരുന്നു. കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകണം. അപ്പോഴാണ് അത് മനസ്സിലാക്കി കുഞ്ഞുമോൻ ചേട്ടൻ അതിന് ഉത്തരം പറഞ്ഞു കേട്ടോ. സാറേ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്താണെങ്കിലും ഞാൻ വൈകുന്നേരം മുമ്പേ കാണിക്കുമല്ലോ അതിന്. അങ്ങനെ സങ്കടമൊന്നുമില്ല. മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും ആർക്കും ബോറടിക്കുന്നൊന്നുമില്ല. പക്ഷികളുടെ സൗണ്ടെല്ലാം കേട്ട് നമുക്ക് കാടിൻ്റേതായിട്ടുള്ള തണുപ്പെല്ലാം അനുഭവിച്ചിട്ടുള്ള കിടിലൻ ട്രെക്കിങ് തന്നെയാണ്. വാച്ചറായിട്ടുള്ള കുഞ്ഞുമോൻ ചേട്ടനാണ് നമ്മളെ നയിച്ചുകൊണ്ട് മുന്നിൽ പോകുന്നത്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പുറകിൽ ബീറ്റ് ഓഫീസർ നോബിൾ സാറ് തോക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതെ പോയി മണത്തെ നല്ല സ്മെല്ലല്ല അല്ല. എന്നതാ ആയുർവേദത്തിലൊരു പൂതി ഉണർത്തി ഇതിൻ്റെ പേരാണ് പൂതി ഉണർത്തി. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നാ കുഞ്ഞുഞ്ഞേട്ടാ? കുട്ടികളിൽ പനിക്കാ. ഈ ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിന് മാത്രം നമ്മുടെ ഈ ഗാർഡായിട്ട് മുന്നിൽ പോകുന്ന കുഞ്ഞുമോൻ ചേട്ടൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുമൊക്കെ റിക്രൂട്ട് ആയതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. മറ്റ് ഫോറസ്റ്റ് വാച്ചർമാരൊക്കെ റിക്രൂട്ട് ആകുന്നതും കൂടുതലും ട്രൈബൽസിൽ നിന്ന്, അതായത് ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ട്രൈബൽസിൽ നിന്നുള്ളവരായിരിക്കും. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ 10-30 കൊല്ലങ്ങൾക്ക് മുന്നേ കാട്ടിലെ പോച്ചേഴ്സായിരുന്നു. അവർ പിന്നെ മാനസാന്തരപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി അവർക്കൊരു ജോലി എന്ന രീതിയിൽ തുടങ്ങിയൊരു പ്രോഗ്രാമാണ് ടൈഗർ ട്രെയിൽ. അപ്പോൾ അവർ പോച്ചിങ് നിർത്തിയെന്ന് മാത്രമല്ല, ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലെ പോച്ചേഴ്സിനെ മുഴുവൻ പിടിക്കാനും ഇവർ കൂട്ടുവന്നു കേട്ടോ. ശരിക്കും ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവചരിത്രം ഉള്ളവരാണ് ഇവർ. അങ്ങനെ പെരിയാറിനെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ളത് കേട്ടോ. കല്യാണ സൗഗന്ധിയാണ് കേട്ടത്. അതിൻ്റെ ചെടിയും കൂടെ കണിയില്ല. കല്യാണ സൗഗന്ധി ഇത് പറിക്കാനാണോ അനുമാൻ പോയത്? അല്ലെന്നാ പറഞ്ഞത്. ലിസാർ മോണിറ്റർ ലിസാർ. അതെ കണ്ട് അതിൻ്റെ കൂടെ ക്രോസ് ആയി. ഇന്ത്യൻ വൈൽഡ് കോറാണ്. എന്താണെങ്കിലും നമ്മുടെ ഈ കാട്ടിലൊക്കെ എല്ലാവരും ഇതിനെ കാട്ടുപോത്ത് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഈ കുറ്റിക്കാടിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കുന്നുണ്ടോ? അപ്പോൾ കുഞ്ഞുമഞ്ചേട്ടൻ വളരെ സൂക്ഷിച്ച് മുന്നിൽ പോകുന്നു. നമ്മളിതേ പുറകിൽ അതിനെ തപ്പി പോവാണ്. നമ്മുടെ റൂട്ടിൽ തന്നെയാണ്.
പന്നി വൈൽഡ് ബോർ. ടൈഗർ ട്രെയിൽ ക്യാമ്പിൻ്റെ വളർത്തുപുത്രൻ എന്ന് പറയാവുന്ന ഒരു കാട്ടുപന്നി ഉണ്ട് കേട്ടോ. അത് സസ്പെൻസിന് വേണ്ടി വെച്ചേക്കുവാണ്. ഈ വീഡിയോയുടെ അവസാനം അവൻ്റെ കിഡിലിനൊരു ക്ലിപ്പ് വരുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ ഒച്ചയിട്ട് ഓടിച്ച ആ ആനക്കൂട്ടമില്ലേ, അവർ തന്നെയാണ് ഈ മുന്നിലുള്ളത്. മനുഷ്യഗന്ധം പോലും ഇഷ്ടമില്ലാത്ത ആനക്കൂട്ടമാണ്. മനുഷ്യൻ്റെ മണം അടിച്ചാൽ തന്നെ അവർ എങ്ങനെ മണത്തെറിഞ്ഞ് ഓടിക്കുന്ന ടീമാണ്. ഇതുണ്ടല്ലേ, മണം നമുക്ക് ഓപ്പോസിറ്റാണ്. നമ്മുടെ ഇവിടുന്ന് കാറ്റ് അങ്ങോട്ടേക്ക് പോകുന്നു, തള്ളയാനിതേ മണം പിടിക്കുന്നുണ്ട് നമ്മുടെ കാര്യമായിട്ട്. ഇനി ഇവിടെ ഇപ്പം അധികം നേരം നിൽക്കുന്നത് അപകടകരമാണ്. കാരണം എപ്പം വേണേലും മണം കിട്ടി അവരിങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് ചാർജ് ചെയ്യും, നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താണല്ലോ ഇനി അവിടെ അധികം നേരം നിൽക്കുന്നില്ല. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് കാറ്റിന് നമുക്ക് അനുകൂലമായുള്ള രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവർക്ക് നമ്മുടെ മണം കിട്ടുകയല്ലാതെ നമ്മൾ കാറ്റ് അങ്ങോട്ട് പോകാത്തൊരു സ്ഥലത്തേക്ക് ക്രോസ് വിൻഡായിട്ട് നമ്മൾ നടക്കുവാണേ. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആനകൾ കാഴ്ചശക്തിയേക്കാൾ കൂടുതലായിട്ട് കേൾവിശക്തിനെയും പിന്നെ മണം പിടിക്കാനുള്ള കഴിവൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനൊക്കെ 1 കിലോമീറ്റർ ദൂരെ നിന്നാൽ പോലും അവർ മണം പിടിച്ച് കണ്ടുപിടിച്ച് നമ്മളെ തുരത്തും, അല്ലെങ്കിൽ അവരനുസരിച്ചുള്ള നടപടിയെടുക്കും. പക്ഷേ കാഴ്ചശക്തി അവർക്ക് വളരെ പരിമിതമാണ്. ഏകദേശം 20 മീറ്റർ ദൂരത്തിൽ പോലും നമ്മൾ നിന്നാൽ, അതായത് കാടിന് അനുകൂലമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അതിനുള്ള കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് നമ്മൾ കാട്ടിൽ കയറുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കാട്ടിൽ കയറുമ്പോൾ കാട് അറിയാവുന്നവരോടെ കയറണം. ഇപ്പോൾ കുഞ്ഞുമഞ്ചാട്ടൻ എന്ന് പറഞ്ഞാൽ 10-30 വർഷത്തിന് മുകളിലായിട്ട് കാട്ടിൽ കയറുന്ന ആളാണ്. ഇപ്പോൾ ആൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ കാറ്റ് നമുക്ക് അനുകൂലമുള്ളൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് നമ്മുടെ സ്മെല്ല് കിട്ടില്ല, നമുക്ക് സേഫ് ആയിട്ടുള്ളിടത്ത് നിന്നിട്ട് ആനകളെ സൂക്ഷ്മമായിട്ട് കാണാനും പറ്റും. എന്താണെങ്കിലും വലിയൊരു ആനക്കൂട്ടമാണ്. അപ്പോൾ ആനക്കൂട്ടത്തിന് നമുക്കും ഇടയ്ക്കായിട്ട് ഒരു ചാലുണ്ട്. ആ ചാലിൻ്റെ ഇപ്പുറം ആനകൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ല, എത്രയും പെട്ടെന്ന് വിട്ടു പോകുന്നത് തന്നെയാണ് നല്ലത്. എന്താണല്ലോ ആനകൾ നമ്മുടെ സാന്നിധ്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അവർ പുല്ല് തിന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ്. അപ്പോൾ തീരെ പൊടി കുട്ടി ആനകൾ വരെ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. ഇതേ നോക്കി ഒരു കുട്ടിയാനേനെ, ഇവനെന്താണെങ്കിലും ജനിച്ചിട്ട് അധികം മാസം പ്രായമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തള്ളയാന വളരെ കെയർഫുള്ളായിരിക്കും. കൂട്ടമാണേലും ഭയങ്കര അഗ്രസീവായിരിക്കും. ഇപ്പോൾ മനുഷ്യനെയോ വേറെ എന്തെങ്കിലും ഹോസ്റ്റൈലായിട്ടുള്ള വേറെ അനിമൽസിനെയൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചാർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള ആനക്കൂട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണേ. 11 ആനകളെ വരെ ഞാൻ എണ്ണി. ഇതേ ഒരു കുട്ടിക്കൊമ്പനൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നിട്ട് ഇവരെ നന്നായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുമില്ല. ഈ ആനക്കൂട്ടത്തിലൊരു കൊമ്പനാന ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അവൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് തന്നെ നമ്മളവൻ്റെ കൊമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അവൻ മറിഞ്ഞിട്ടാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പോലുള്ള അധിനിവേശ സസ്യങ്ങൾ കയറിയിട്ട് ഏതൊരു കാട്ടിലും ഇപ്പം മൃഗങ്ങൾക്ക് വേനൽക്കാലമായി കഴിഞ്ഞാൽ തീറ്റയില്ല എന്നൊരവസ്ഥയായി. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന തടാകത്തിനോട് വളരെ ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്, അതും പെരിയാറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പച്ചപ്പും കാടും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വയനാട്ടിലേക്ക് അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ, ഈ മൃഗങ്ങൾക്കൊന്നും കാട്ടിൽ തീറ്റയില്ലാണ്ടാവുമ്പോഴാണ് ഇവർ ഗത്യന്തരമില്ലാണ്ട് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വേനൽക്കാലത്ത് ഇറങ്ങുന്നത്.
സമീപഭാവിയിൽ ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചേനെയും കൊങ്ങിണി ചെടീനെയും മഞ്ഞക്കൊന്നേനെയൊക്കെ വേരോടെ പിഴുതെടുത്ത് കത്തിച്ച് കളയണം കാട്ടിൽ. എന്നിട്ട് ഈ കാടിന് അനുകൂലമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ വെള്ളത്തിനുള്ള സോഴ്സ്, ഇപ്പോൾ കർണാടകത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫുള്ള് സോളാറിലുള്ള നമുക്ക് വെള്ളത്തിൻ്റെ പ്ലാന്റുകളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കുളങ്ങളൊക്കെ അവർ സോളാറിൽ തന്നെ പമ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യുന്ന പോലത്തെ കുളങ്ങൾ കാട്ടിൽ നിറച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെയൊക്കെ നമ്മളും ചെയ്യണം നമ്മുടെ ഫോറസ്റ്റിൽ. എന്നാലേ ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾക്കൊക്കെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഒരു പരിധി വരെ ആശ്വാസം ഉണ്ടാവുള്ളൂ. നമ്മളിതേ ഈ കൊമ്പനെ കണ്ടില്ലേ, അവൻ എന്താണെങ്കിലും ഈ ഗ്രൂപ്പിൽ ചേർന്നേക്കുന്നത് മീറ്റിങ്ങിന് വേണ്ടി ചേർന്നേക്കുന്നതായിരിക്കണം. അവൻ ഗ്രൂപ്പിലേക്ക് ചേർന്നതാണെന്ന് പറയാൻ കാരണമുണ്ട്. ആനക്കൂട്ടം എപ്പോഴും കൊമ്പനാനകളെ ഒരു 13-15 വയസ്സ് അവരുടെ ലൈംഗികതയുടെ പ്രായം ആകുമ്പോഴത്തേക്കും അവർ കൂട്ടത്തിൽ നിന്ന് ഓടിച്ചു വിടും. അതായത് കൂട്ടത്തിലുള്ള പിടിയാനകളുമായിട്ട് മേറ്റിംഗ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം രക്തത്തിൽ നിന്ന് അവരൊരിക്കലും മേറ്റിംഗ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊമ്പന്മാർ വേറെ ഗ്രൂപ്പിലേക്ക് പോയി ചേരുവാണ് ചെയ്യാറ്. ഈ പറയുന്ന പോലെ വേറെ ഗ്രൂപ്പിൽ പോയി ചേരുക അത്ര എളുപ്പമല്ല കേട്ടോ ഈ കൊമ്പന്മാർക്ക്. ആ ഗ്രൂപ്പിൽ ഒരു ഫീമെയിലിന് മേറ്റിങ്ങിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരാണ് തീരുമാനിക്കുക ഏത് കൊമ്പനുമായിട്ട് മേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒന്നിലധികമോ കൊമ്പന്മാർ മതപ്പാടിലുള്ള കൊമ്പന്മാർ ആ ഏരിയയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ നല്ല തലയെടുപ്പും കൊമ്പിന് നല്ല നീളവും ഒക്കെ ഉള്ള കൊമ്പന്മാരെ ആയിരിക്കും മിക്കവാറും ഈ ഫീമെയിൽസ് ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എളുപ്പന്മാരായിട്ടുള്ള അധികം പ്രായമാകാത്ത കൊമ്പന്മാർക്ക് ചാൻസ് കിട്ടാനും സാധ്യത കുറവാണ്. അപ്പോൾ കൂടുതലും 30 വയസ്സിന് മുകളിലോട്ടൊക്കെ ഉള്ള കൊമ്പന്മാർക്കായിരിക്കും അവസരം കിട്ടുക. അപ്പോൾ അവസരം കിട്ടാത്ത കൊമ്പന്മാരിങ്ങനെ ഒറ്റയാന്മാരായിട്ട് കൂട്ടം തെറ്റി ഇങ്ങനെ നടക്കാറുണ്ട്. അവർക്കാണെങ്കിൽ ഇച്ചിരി കലിപ്പൊക്കെ കൂടുതലുമായിരിക്കും. അതിനിപ്പോൾ കാരണമുണ്ടെന്ന് കാര്യം മനസ്സിലായില്ലേ. എന്തായാലും നല്ല തലയെടുപ്പുള്ള കൊമ്പൻ തന്നെയാണ് നമുക്ക് മുന്നിൽ കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് അവൻ്റെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ആനക്കൂട്ടത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ആനക്കൂട്ടത്തിൽ ഏറ്റവും പ്രായം മൂത്തിട്ടുള്ള മുത്തശ്ശിയായിരിക്കും. മിക്കവാറും നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ ആനയായിരിക്കും കേട്ടോ ഈ കൂട്ടത്തിൻ്റെ ലീഡർ. നമ്മളെന്താണല്ലോ ആവോളം ആനക്കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു മതിയായി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തടാകത്തിൻ്റെ സൈഡിലോട്ട് നീങ്ങുവാണ്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്കാണെങ്കിലും നമുക്ക് ഇതേ ആനക്കൂട്ടത്തെ തന്നെ നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മുന്നേ നിന്നതിനേക്കാളും കുറച്ചും കൂടെ വ്യക്തമായി അടുത്ത് കാണാൻ പറ്റുന്നൊരു ലൊക്കേഷനാണിത്. ഇവിടെയാണെങ്കിൽ കൊമ്പനെ നമുക്ക് വളരെ അടുത്ത് കാണാൻ കിട്ടുന്നുണ്ട്. ഇത് ഫേസ് ടു ഫേസ് ഉള്ള വ്യൂ ആണ്. എന്താ നോക്കിയാൽ അവൻ്റെ തലയെടുപ്പ്. എന്തായാലും കുറച്ച് നേരം വളരെ ശ്രദ്ധിച്ച് ചെവിയൊന്നും അനക്കാതെ സ്മെല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടോ കാലൊക്കെ പൊക്കി നിൽക്കുന്നുണ്ടോ. ഈ കാല് പൊക്കി നിൽക്കുന്നത് പ്രധാനമായിട്ട് ആന സ്പന്ദനം പിടിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് സേഫ് ആണെന്നുള്ള സിഗ്നൽ കുഞ്ഞുമഞ്ഞോട്ടം തന്നു. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് തന്നെ നീങ്ങുവാണേ. നമ്മളങ്ങനെ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഒരുത്തൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഓടിപ്പോയത്. ഇതുണ്ടോ ഓടിയ ആളെ കണ്ടോ. ഇത് സ്ട്രൈപ്ഡ് നെക്ക് മംഗൂസ്, ചെങ്കീരി എന്ന് മലയാളത്തിൽ പറയുന്ന ആളാണ്. അപ്പോൾ കാടുകളിൽ മാത്രമേ ഇവനെ കാണാൻ കിട്ടുള്ളൂ. വലിപ്പം കൂടിയ ഒരു തരം കീരിയാണ്. എന്നാലും അവൻ ഓടി കുറ്റിക്കാട്ടി കയറി. കൊമ്പനെ നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊമ്പൻ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരെല്ലാം കാലും കൊണ്ട് നിലത്തെ പുല്ല് പറിച്ച് തുമ്പിക്കൈ പറിച്ച് അടിച്ച് ചെളി കളഞ്ഞിട്ട് മണ്ണ് കളഞ്ഞിട്ട് തിന്നുവാണ്. അതാണ് നമ്മൾ ഈ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. മീറ്റിങ്ങിന് വേണ്ടി ചേർന്നായിരിക്കും ടീമിൽ അല്ലേ. നമ്മളങ്ങനെ ആനക്കൂട്ടത്തോട് ബൈ എല്ലാം പറഞ്ഞ് വീണ്ടും നമ്മൾ തടാകക്കരയിലേക്ക് നീങ്ങുവാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മൃഗങ്ങൾ ഈ വൈകുന്നേര സമയമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയും പുല്ല് തിന്നാൻ വേണ്ടി തീറ്റയ്ക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരു കൂട്ടം പന്നികൾ നമ്മുടെ സമീപം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഓടി കുറ്റിക്കാട്ടിലേക്ക് കയറുവാണ്.
ഇവിടെ ഒരു പറ്റ സാമ്പാർ ഡീർ നിൽപ്പുണ്ട്, ഒരു കൂട്ടം നിൽപ്പുണ്ട്. ദേ നമുക്ക് മുന്നിൽ ഇത്തിരി ദൂരത്തിലായിട്ട് നിൽക്കുന്ന ആളെ കണ്ടോ? ഒരു ഒറ്റയാൻ കാട്ടുപോത്താണ്. നല്ല കിടിലൻ ലുക്കിലുള്ള കാട്ടുപോത്താണേ. അവൻ എന്താണെന്ന് നമ്മളെ കണ്ടു, നമ്മളെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മളും അധികം മൂവ്മെൻ്റ് ഒന്നും ഇടാണ്ട് അവനെ തന്നെ നോക്കി നമ്മൾ നിൽക്കുക. അപ്പോൾ അവൻ എന്താണെങ്കിലും കണ്ണ് പറിക്കാതെ ഒരേ നോട്ടമാണ് നമ്മൾ. അങ്ങനെ ഒരുപാട് നേരം അവൻ ഒരേ നിപ്പങ്ങ് നിന്നു കേട്ടോ. അപ്പോൾ അവൻ നോക്കുന്നത് അവൻ അപകടകാരികളായിട്ടാണോ നമ്മുടെ മൂവ്മെൻറ്റ് എന്നൊക്കെയാണ് അവൻ നോക്കുന്നത്. അപ്പോൾ കാട്ടുപോത്തുകൾ നമ്മൾ മുന്നേ ആനയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. അവർ ആണുങ്ങൾ, ഇതിപ്പോൾ മെയിലാണ്, മെയിൽ കാട്ടുപോത്താണ്. അതുകൊണ്ടാണ് അവൻ്റെ മേത്ത് ഇച്ചിരി കറുപ്പൊക്കെ കൂടുതലായിട്ടുള്ളതും കൊമ്പിന് വിസ്താരമുള്ളതും ഇച്ചിരി മസ്കുലറായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കാട്ടുപോത്തുകളും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണ് നടക്കുക. മേറ്റിങ്ങിൻ്റെയൊക്കെ സമയമാകുമ്പോഴാണ് അവർ കൂടുതലും കൂട്ടത്തോട് ചേരുക. എന്തായാലും നമുക്ക് പോകാനുള്ളത് ഈ വഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവൻ മാറാൻ വേണ്ടിയിട്ട്. ഇവൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുവാണ്. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവന് മനസ്സിലായി നമ്മൾ പോകുന്ന ലക്ഷണമില്ല എന്നുള്ളത്. അവൻ എന്തായാലും ഒന്ന് കൊമ്പൊക്കെ കുലുക്കി അവന് നമ്മളെ വീണ്ടും ഒന്ന് നോക്കിയിട്ട് അവൻ കാട്ടിലുള്ളിലേക്ക് കയറിപ്പോകാനുള്ള ഭാവമായി. അവൻ്റെ സൈസ് കണ്ടോ? ഇപ്പോൾ കണ്ടില്ല, അവൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കി അവൻ്റെ മസിലും അവൻ്റെ സൈസും കണ്ടോ? ഇപ്പോൾ ഇതേപോലുള്ള കാട്ടുപോത്തുകൾ, ഇതിവനിപ്പോൾ ഏകദേശം 2 ടണ്ണോളൊക്കെ വെയിറ്റുള്ളൊരു കാട്ടുപോത്താന്ന് നോക്കണം. ഇവനെപ്പോലുള്ള കാട്ടുപോത്തുകളാണ് കടുവ ഒറ്റയ്ക്ക് കാട്ടിലടിക്കുന്നത്. അപ്പോൾ ഈ പെരിയാറിൽ, ഇപ്പോൾ നമ്മുടെ ഗൈഡുമാരും നമ്മുടെ ബീറ്റ് ഓഫീസർമാരൊക്കെ പറഞ്ഞത്, പെരിയാറിൽ കടുവകൾ ഏറ്റവും കൂടുതൽ കൊന്നു തിന്നുന്നത് ഇതേപോലത്തെ കാട്ടുപോത്തുകളെയാണ്, വേറെ മൃഗങ്ങളെയല്ല, മ്ലാവുകളെയൊന്നുമല്ല, കാട്ടുപോത്തിനെ തന്നെയാണ് ഇവിടുത്തെ കടുവകൾ ഏറ്റവും കൂടുതൽ കൊന്നു തിന്നുന്നത്. എന്താണല്ലോ നമുക്കൊരു കാഴ്ച വരുന്നായിരുന്നേ ഇവന് നമുക്ക് ഒരുക്കി തന്നത്. നമുക്ക് വീണ്ടും ഒരു ചെങ്കിരിനെ കാണാൻ കിട്ടിയിട്ടുണ്ട്. സ്ട്രൈപ്ഡ് നെക്ഡ് മംഗൂസ്. അവൻ നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ടു. ഇനിയൊരു ഒറ്റ പോക്കായിരിക്കുമേ. ഏകദേശം ഇപ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങുവാണേ. അപ്പോൾ നമ്മൾ തിരിച്ച് ക്യാമ്പ് ഷെഡിലേക്കുള്ള യാത്രയിലാണ്. എന്താണെന്ന് കുഞ്ഞുമോഞ്ഞോടെ പറഞ്ഞ വാക്ക് പാലിച്ചേട്ടോ. വലിയ ആനക്കൂട്ടത്തെ നമുക്ക് കാണിച്ചു തന്നു, കാട്ടുപോത്തുകളെയും കാണിച്ചു തന്നേ. എനിക്കെന്താണല്ലോ ഈ പെരിയാറിലെ ട്രക്കിങ്ങും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ടൈഗർ ട്രെയിൽ പ്രോഗ്രാം. ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഈ ട്രക്കിങ് ചെയ്യുന്നത് മൊത്തം നല്ല സർഫസിൽ കൂടെയാണ്. അധികം കയറ്റമോ ഇറക്കമോ ഒന്നും ഇല്ലാതെ തടാകത്തിൻ്റെ സൈഡിൽ കൂടെയും നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ്. ഇഷ്ടം പോലെ പക്ഷികളെയും മൃഗങ്ങളെല്ലാം കാണാനും അവസരമുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഡിസംബറിൽ വരെ നമുക്ക് ഈ ഏരിയയിലൊക്കെ ഭയങ്കര മഴ കിട്ടി. അതുകൊണ്ട് തന്നെ തടാകത്തിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ ഡിസംബറിലൊക്കെ. ഇപ്പോൾ ഫെബ്രുവരി ഇപ്പോൾ പകുതി ആയിട്ടും വെള്ളമൊക്കെ താന്നു വരുന്നതേ ഉള്ളൂ. തമിഴ്നാടാണെങ്കിലും അധികം വെള്ളം കൊണ്ടുപോകുന്നില്ല മുല്ലപ്പെരിയാറിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല പ്രദേശങ്ങളിലും നമ്മൾ നടന്നു പോകുന്നിടത്ത് ഇതേപോലെ ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ. നമ്മളങ്ങനെ സന്ധ്യയ്ക്ക് ക്യാമ്പ് ഷെഡിൽ തിരിച്ചെത്തി പുറത്തൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുവാണ്. അപ്പോൾ ഇഷ്ടംപോലെ മൃഗങ്ങളുടെ കണ്ണുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത്തിരി ദൂരത്തിലായിട്ടായതുകൊണ്ട് തന്നെ എന്താണ് മൃഗങ്ങൾ അവിടെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് തോമാചേട്ടൻ ഇതാ നമുക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എന്താ തോമാചേട്ടാ കറിയുള്ളേ? കറി ഗ്രീൻ ബീൻസ്, പൊട്ടറ്റോ, ഗ്രീൻ പീസിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും കറികളാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചപ്പാത്തി ഇതൊക്കെ മേക്ക് ചെയ്ത് തരികയാണെന്ന്. ഇപ്പുറ സൈഡിൽ ഇതാ പണ്ടിഞ്ചേട്ടൻ പരത്തി കൊടുക്കുന്നു, തോമാചേട്ടൻ ചുടുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ് ഷെഡിൻ്റെ നൈറ്റിലുള്ളൊരു വ്യൂ. നല്ല തണുപ്പാണ്. ഫെബ്രുവരി മാസമാണെന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിൽ AC ഇട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ്. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുള്ള കണ്ടില്ലേ, ചപ്പാത്തിയും നമ്മുടെ ചിക്കൻ കറിയും ഗ്രീൻ പീസും, പിന്നെ നമുക്ക് പൈനാപ്പിൾ ഉണ്ട്. അങ്ങനെ നമ്മളതാ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാടിൻ്റെ നടുക്ക് നമ്മുടെ ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഡിന്നർ. നമ്മൾ മുന്നേ പറഞ്ഞ സർപ്രൈസ് ഇല്ലേ,
ഇതാ സർപ്രൈസാണ് കേട്ടോ. ഇത് ഈ കാണുന്ന കാട്ടുപന്നി ഇവൻ ഈ ടൈഗർ ട്രെയിൽ ക്യാമ്പിൻ്റെ സ്വന്തമാണ്. അവനറിയാം വൈകിട്ട് ഏത് സമയത്താണ് ഇവിടെ വരേണ്ടതെന്നും ഇവിടെ ഫുഡ് കഴിച്ച് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് അവനിവിടെ എത്തും. അപ്പോൾ തോമാഞ്ചേട്ടനൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ആൾ. അപ്പോൾ നമ്മൾ നല്ല തണുപ്പത്ത് സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്താണ് ടെൻറ്റിൽ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് എണീറ്റിട്ട് 7 മണിക്ക് ട്രക്കിങ് പോകാനുണ്ട്. പാണ്ടിഞ്ചേട്ടനാണ് നമുക്ക് കൂടെ വരുന്നത് രാവിലെ. അപ്പോൾ പാണ്ടിഞ്ചേട്ടൻ്റെ പണ്ടത്തെ 10-40 വർഷം മുന്നത്തെ കോച്ചിങ് ലൈഫും അത് കഴിഞ്ഞിട്ട് അവർ ഫോറസ്റ്റിൻ്റെ കൂടെ കൂടിയിട്ട് ഈ ടൈഗർ ട്രെയിൽ പ്രോഗ്രാം തുടങ്ങിയതും ഇവിടുത്തെ കാട്ടുകള്ളന്മാരെ പിടിക്കാൻ കൂട്ടുനിന്നതൊക്കെ ആയിട്ടുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറി നമുക്ക് ഇനി എപ്പിസോഡായിട്ട് വരാനുണ്ട്. പിന്നെ അതുകൂടാതെ നോബിൾ സാറിൻ്റെ എക്സ്പീരിയൻസുകളും പിന്നെ നമ്മുടെ മോർണിംഗ് ട്രെക്കിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള എപ്പിസോഡുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, സ്റ്റേ ട്യൂൺ.